once again welcome back to my channel guys. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു guys. അപ്പോൾ നമ്മളിതൊരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊതുവെ പയ്യന്മാരൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പയ്യന്മാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇതേപോലെ ഏതെങ്കിലും വെമ്പിളാരൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ പോകും അല്ലെ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അറിയാമോ പോയി പോകും. അതെന്താ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓക്കെ, അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഇമ്പൾസ് കൺട്രോൾ എന്നൊരു ചെറിയ പാർട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടിൽ ടെസ്റ്റോസ്റ്റിറോൺ വീക്കൻ ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെയിനിലെ ഇമ്പൾസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മളങ്ങനെ അറിയാതെ ആൾക്കാരെ നോക്കി പോകുന്നത്, അല്ലെങ്കിൽ അറിയാതെ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കി പോകുന്നത്. ഗൈസ്, ഇപ്പോൾ ഇതുകൊണ്ട് ഇതൊരു പ്രോബ്ലം ആയിട്ടില്ല പറയുന്നത്. ഏകദേശം കുറച്ച് സമയം മാത്രമേ അങ്ങനെ നോക്കുന്ന ആൾക്കാർ നമ്മുടെ മനസ്സിലുണ്ടാകത്തുള്ളൂ എന്നാണ് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവരെ മറന്നു എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇവൻ സൈറ്റ് അടിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഗൈസ്, എന്തായാലും ഇതേപോലെയുള്ള അമേസിംഗ് ആയിട്ടുള്ള 5 മെയിൻസ് ഫാക്റ്റുമായിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം താഴെ കാണുന്ന ഒരു ബെല്ലൈക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അമർത്തിക്കുക. അപ്പോൾ ഞാൻ എടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഫോക്സ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്ഷൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേട്ടില്ലേ? ഈ ഇംഗ്ലീഷ് സിനിമയുടെ ഫ്രണ്ടിൽ 2 ലൈറ്റ് ഒക്കെ അതിന് കറങ്ങി വരുന്നത് 20th സെഞ്ചുറി എന്ന് കേട്ടിട്ട് ആ ഒരു വീഡിയോ കണ്ടില്ല. ആ ഒരു കമ്പനി അവരുടെ എംപ്ലോയീസിനെ കൊണ്ട് ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ഇങ്ങനെ ഒരു വലിയൊരു പരീക്ഷണം തന്നെ നടത്തിയിട്ട് അല്ലെങ്കിൽ ഒരു പഠനം നടത്തിയിട്ട് അതിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു കൺക്ലൂഷൻ, ആ പഠനത്തിൽ നിന്ന് കിട്ടിയ കൺക്ലൂഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി നിങ്ങളിത് കേട്ടിട്ട് എന്നെ തെറി വിളിക്കാൻ നിൽക്കില്ല ഗൈസ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗേൾസിനെ കാട്ടിലും ബോയ്സ് ആണ് ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത്. അതൊരു ആവറേജ് റേഷ്യോ അവരും പറയുന്നുണ്ട് കറക്റ്റായിട്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു ഗേൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ദിവസം ഏകദേശം 3 കള്ളം, ആവറേജ് 3 കള്ളം വരെ പറയാറുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബോയ്സിനെ കണക്കെടുക്കുമ്പോൾ ഒരു ദിവസം ആവറേജ് 6 കള്ളം വരെ പറയുന്നുണ്ട് എന്നാ പറയുന്നത്. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ തന്നെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. ഇവൻ നിങ്ങളൊരു ഒരു പെൺകുട്ടി ഒരു വലിയ അച്ചീവ്മെന്റ് നേടി തരിക. അപ്പോൾ ആ പെൺകുട്ടിയെ ഞാൻ വേറൊരു പെൺകുട്ടി വന്നിട്ടും എടാ കൊള്ളാൻ കേട്ടോ, നീ ചെയ്ത കാര്യം നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശംസിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു പ്രശംസയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് കിട്ടുന്ന ആ ഒരു പ്രശംസ അവള് വലിയതായിട്ട് ഒരു വലിയ ഫീൽ ആയിട്ട് തോന്നത്തില്ല. മനസ്സിലായോ? ആ ഒരു നോർമൽ അങ്ങനെ പറയാതെ ആ ഒരു ഫീൽ ഉണ്ടാകത്തില്ല. പക്ഷെ അതേ സമയത്ത് വേറൊരു പയ്യനാണ്, ഒരു ആൺകുട്ടിയാണ് ആ പെൺകുട്ടിയോട് എടാ നീ ചെയ്ത കാര്യം കൊള്ളാൻ കേട്ടോ, നീ ആ സെയിം കാര്യം തന്നെ പറയുമ്പോൾ ആ കുട്ടിക്ക് ഒരു ഒരു പ്രത്യേക ഫീലാണ്. മനസ്സിലായില്ലേ? ഒരു എക്സ്ട്രാ ഫീലിങ്സ് ആണ്. മറ്റേക്കാട്ടിലൊക്കെ എന്തോ നേടി എന്നൊരു ഫീലിംഗ് പെൺകുട്ടിയാണ് ഉണ്ടാകും. പക്ഷേ ആണുങ്ങളിൽ ഇത് തികച്ചും തിരിച്ചാണ് കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഇതേപോലെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് സെറ്റ് ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തു ആൾക്കാരൊക്കെ അറിഞ്ഞു പറയുന്ന വെച്ചു. ഒരു പെൺകുട്ടി വന്നിട്ട് ആടാ കൊള്ളാൻ കേട്ടോ, നീ ചെയ്ത കാര്യങ്ങളൊക്കെ കൊള്ളാന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ, കുറച്ച് ആൾക്കാർ പറയും, ഓൾവേസ് പെൺപിള്ളേരൊക്കെ ഒന്ന് പറയും, ഓക്കെ, നമുക്ക് അതൊന്നും തോന്നില്ല. പക്ഷെ ആ സ്ഥാനത്ത് ഒരു പയ്യൻ വന്നിട്ട് ആടാ നീ ചെയ്ത കാര്യങ്ങൾ കൊള്ളാൻ കേട്ടോ, നന്നായിരിക്കുന്നു, നീ ഒന്ന് അതുപോലെ തന്നെ പൊക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും നമ്മളെന്തോ നേടി, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ്. ആൺപിള്ളേരെ പ്രശംസിക്കുമ്പോഴാണ് ആൺപിള്ളേർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി കിട്ടുന്നതെന്നാണ് പല പഠനങ്ങളും പറയുന്നത്. എന്തായാലും അടുത്ത് നമ്മളിങ്ങനെ ഫ്രണ്ട്സിനെ ഒക്കെ ചൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഒരുപാട് മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ കാണും. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ആയിരിക്കണം, അവൻ അങ്ങനെ ആയിരിക്കണം, അവൾ അങ്ങനെ ആയിരിക്കണം, അവൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് ഗൈസ്. അപ്പോൾ പൊതുവെ പെൺപിള്ളേർ എങ്ങനെയാണ് തന്റെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ കേൾക്കുകയും അതുപോലെ തന്നെ അവരെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരെയാണ് അവർ കൂടുതൽ ഫ്രണ്ട്സ് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ബോയ്സിന്റെ കാര്യം നോക്കുമ്പോൾ ബോയ്സ് ആണെങ്കിൽ അവരെ ഒരു മൈൻഡ് സെറ്റിന് സെറ്റ് ആയിട്ടുള്ള ഈവൻ നമ്മൾ ഇപ്പോൾ ഒരു സ്പോർട്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരു പയ്യനാണെന്ന് വെച്ചോ, അവരെപ്പോഴും ഒരു ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി ആൾക്കാരായിട്ട് കൂടുതൽ കമ്പനി, ഒരു 85% അങ്ങനെയുള്ള ആൾക്കാരായിട്ട് കമ്പനി. അവിടെ ഒരു നമ്മളെ ഫീലിങ്സിനും കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം വരുന്നില്ല. പക്ഷെ ഗേൾസിന്റെ കാര്യം വരുമ്പോൾ തികച്ചും അവരുടെ ഫീലിങ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ ഫ്രണ്ട്സ് ആയിട്ട് വെക്കാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ പ്രണയിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ടിപ്പ് അവർക്ക് കൂടെ ഉപയോഗപ്പെടുന്നതായിരിക്കും തോന്നുന്നു. ഓക്കെ, ഇനി നമ്മൾ സ്കൂളുകളിലായിക്കോട്ടെ, കോളേജുകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വലിയൊരു മീറ്റിംഗിലായിക്കോട്ടെ, നമ്മൾ പൊതുവെ കാണുന്ന കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ക്ലാസ് എടുക്കുകയാണെന്ന് വെച്ചു. ക്ലാസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ബോയ്സ് എന്നറിയാം, എപ്പോഴും അവരൊരു ബ്രെയിനിന്റെ പകുതി പാർട്ട് അവർ പറയുന്ന അല്ലെങ്കിൽ പ്രസന്റ് ഇരിക്കുന്ന ആ ഒരു പ്രസന്റ് കാര്യത്തെ ഫോക്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ പകുതി ബ്രെയിൻ അല്ലെങ്കിൽ പകുതി ഒരു 50% ഭാഗം എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും കാര്യത്തിൽ, വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് കൂടുതൽ നേരം ഒരു സാധനത്തിൽ അല്ലെങ്കിൽ ഒരുപാട് നേരം ഒരു സാധനത്തിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കാൻ പയ്യന്മാർക്ക് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും പകുതി ആൾക്കാരും പേപ്പറിൽ 0 വെട്ടി കളിക്കുന്നതായിരിക്കും കാണുന്നത്.
അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല, അവരൊരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ് ആ സംഭവം. ഒരു 50% കേട്ടോണ്ടിരിക്കും. അത് ഒരുപാട് ഇങ്ങനെ വലിച്ചു നീട്ടി റബ്ബർ ബാൻഡ് നീട്ടുമ്പോൾ നീട്ടുവാണെങ്കിൽ നീ പോടാ നിന്റെ വാക്ക് നോക്കി ഞാൻ എന്റെ വാക്ക് നോക്കി പോകുന്ന രീതിക്കായിരിക്കും പിന്നെയുള്ളവർ അവരുടെ ആറ്റിറ്റ്യൂഡ്. പക്ഷെ ഗേൾസിന്റെ കാര്യത്തിൽ പോകുമ്പോൾ തികച്ചും വ്യത്യാസമാണ്. അവര് ഒരു 10 വട്ടം കേട്ട കാര്യമാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു കൂട്ടത്തിനിടയിൽ പറയുവാണെങ്കിൽ വായും പൊടിച്ചിരുന്ന് നോക്കും, ഇതെന്താ സംഭവം എന്നിങ്ങനെ നോയിക്കൊണ്ടിരിക്കും ഗൈസ്. അവർക്ക് കുറച്ച് ശ്രദ്ധ കൂടുതലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഗൈസ്. ഓക്കെ, പക്ഷെ ഇവൻ എന്ത് നേടിയാലും നമ്മളെ ബോയ്സ് ആയിരിക്കും ഫസ്റ്റ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഈ അവസാനത്തെ ആളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടൊരു ചെറിയൊരു പോയിന്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തില് ആണുങ്ങളാണ് പെൺപിള്ളേരെക്കാട്ടിലും 3 മടങ്ങ് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തിരിക്കുമെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അടുത്തുള്ളൂ. അപ്പോൾ എന്താ ഇതിനെക്കാട്ടും നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് കാണുന്നവരെ